നമസ്കാരം. ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ പരമ്പരാഗത ദീക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ സുന്നത്തിന്റെ ഫലമായി കുറഞ്ഞത് 41 യുവാക്കൾ മരിച്ചതായി റിപ്പോർട്ട്. ദക്ഷിണാഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ആഫ്രിക്കയിലെ വിവിധ വംശീയ വിഭാഗങ്ങൾ വർഷം തോറും അനുഷ്ഠിക്കുന്ന യുവാക്കൾക്ക് പുരുഷത്വത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങാണ് പരമ്പരാഗത ദീക്ഷ. ഷോസ, നെഡബെലെ, സോദോ, വെണ്ട സമൂഹങ്ങളിലാണ് പരമ്പരാഗത ചടങ്ങുകൾ നടക്കുന്നത്. പരമ്പരാഗതമായി യുവാക്കൾ മതപഠന കേന്ദ്രങ്ങളിൽ ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. അവർ മുതിർന്നവരാകുമ്പോൾ സാംസ്കാരിക മൂല്യങ്ങളും ഉത്തരവാദിത്തങ്ങളും പഠിപ്പിക്കുന്നു. പരമ്പരാഗത ദീക്ഷ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് സുന്നത്ത് കർമ്മം നടത്തുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തി ഇടപെടണമെന്ന ആവശ്യം ഈ സാഹചര്യത്തിൽ ഉയരുകയാണ്. ഇത്തരം പാഠശാലകൾ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന കാര്യം നിർബന്ധമാണ്. എന്നാൽ ഇത്തരം സ്ഥലങ്ങളിലാണ് നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇത്തരം അംഗീകാരമില്ലാത്ത പാഠശാലകളുടെ വ്യാപനം തടയാൻ ഇതുവരെ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. നിശ്ചിത കാലയളവിലേക്ക് തങ്ങളുടെ കുട്ടികളെ ഇത്തരം പാഠശാലകളിൽ പ്രവേശിപ്പിക്കുന്നതിന് മാതാപിതാക്കൾ പണം നൽകുന്നത് പതിവാണ്. ഇതുതന്നെയാണ് പലരെയും രജിസ്റ്റർ ചെയ്യാത്ത പാഠശാലകൾ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നതും. സാധാരണയായി ദീക്ഷ നൽകുന്ന കാലയളവുകൾ ശൈത്യകാലത്തും വേനൽക്കാലത്തുമാണ്. ഇത്തരം മതപാഠശാലകൾ അവധി ദിവസങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വേനൽക്കാല ദീക്ഷയിൽ 41 യുവാക്കൾ മരിച്ചതായി ദക്ഷിണാഫ്രിക്കയുടെ പരമ്പരാഗത കാര്യമന്ത്രി വെലൻഗോസിനി ഹലാബിസയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇക്കാര്യത്തിൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധയെ അദ്ദേഹം കുറ്റപ്പെടുത്തി. വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതിന് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് യുവാക്കൾക്ക് പലപ്പോഴും നൽകുന്ന തെളിയിക്കപ്പെടാത്ത ഉപദേശങ്ങളിൽ ചിലതെന്ന് അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ കേപ്പ് പ്രവിശ്യ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഹോട്ട്സ്പോട്ടായി മാറിയിട്ടുണ്ട്. ആകെ 21 പേരാണ് ഇവിടെ ഇത്തരത്തിൽ മരിച്ചത്. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 40-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതിന് തെറ്റായ പ്രായം നൽകിയ മാതാപിതാക്കളും ഇതിൽ ഉൾപ്പെടും. ദക്ഷിണാഫ്രിക്കൻ നിയമം അനുസരിച്ച് 16 വയസ്സും അതിൽ കൂടുതലുമുള്ള കുട്ടികൾക്ക് മാത്രമേ മാതാപിതാക്കളുടെ സമ്മതത്തോടെ ഇത്തരം പാഠശാലയിൽ പ്രവേശനം നൽകാനാവൂ.